എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാ. നമുക്കിന്നൊരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചെമ്മീൻ തൊക്ക്. തമിഴ് സ്റ്റൈലാണ്, പക്ഷെ അവർ ഉപയോഗിക്കുന്നത് പച്ചെണ്ണയാണ്. നമ്മളിന്ന് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് 1/2 കിലോ ചെമ്മീൻ നല്ലോണം വെട്ടി കഴുകി വൃത്തിയാക്കി എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് അവിടെ വെക്കാം. ബാക്കിയുള്ള പണികളെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലോണം ഉപ്പും മുളകും എല്ലാം പിടിച്ച് നല്ല സൂപ്പറായിട്ട് വരും. അപ്പോൾ അതൊരു ഭാഗത്തിരിക്കട്ടെ. അപ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. 1-2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. അതിന് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂണാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് അതേപോലെ 1 ടീസ്പൂൺ ഇഞ്ചി, അതും ഒന്ന് മൂക്കട്ടെ. ഇനി നമ്മൾ ചേർക്കുന്നത് 1 വലിയുള്ളി കൊത്തി അരിഞ്ഞെടുത്തതാണ്. പിന്നെ ഒരു 15 ചെറിയുള്ളി, അതും നല്ലോണം കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലോണം ഒന്ന് മൂക്കട്ടെ. ചെറിയുള്ളി മാത്രം ഉണ്ടെങ്കിൽ മുഴുവനായിട്ടും അതന്നെ എടുക്കാം കേട്ടോ. കറിവേപ്പിലയും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ലോണം ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം അതിൽ 1 പച്ചമുളക് അധികം എരിവില്ലാത്തതാണ്, അതുകൊണ്ടാണ് വലിയൊരു പച്ചമുളക്, അത് തീരെ എരിവില്ലാത്ത പച്ചമുളകാണ്, അതാണ് ഒന്ന് മുഴുവൻ ചേർത്ത് കൊടുത്തത്. പിന്നെ കുറച്ച് വെള്ളം, തക്കാളിക്ക് ഒരു കല്ല് പോലെ ഉണ്ട്, അതുകൊണ്ട് കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവട്ടെ. 2-3 മിനിറ്റ് വെക്കുമ്പോഴത്തേക്ക് തക്കാളി നല്ലോണം വെന്ത് കിട്ടും. കണ്ടോ, നല്ല അടിഞ്ഞ് വരുന്നുണ്ട്. അപ്പം ഇനി ഈ വെള്ളം ഒന്ന് വറ്റി വരുമ്പോൾ നമുക്കിനി ഇതിൽ ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി എല്ലാം ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. പൊടികളെല്ലാം പച്ചമണമെല്ലാം ഒന്ന് പോയി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ച ചെമ്മീനും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം ഈ പാത്രത്തിൽ കുറച്ച് 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഈ ചെമ്മീൻ്റെ അകത്തുനിന്നും വെള്ളം ഇറങ്ങും കേട്ടോ. ഇതെല്ലാം കൂടിയായിട്ട് ഈ ചെമ്മീൻ വെന്തോളും. അപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കി തട്ടിപ്പൊത്തി വെച്ചിട്ട് മൂടി വെച്ചിട്ട് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നല്ലോണം അതിൽ നല്ല വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതൊന്ന് വെള്ളം വറ്റുന്നവരെ 1-2-3 പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഇളക്കി നല്ലോണം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നോക്കിയിട്ട് നമുക്ക് ഉപ്പിടാം. കാരണം ഉപ്പ് നമ്മൾ ചെമ്മീനിൽ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ സമയത്ത് വേണമെങ്കിൽ കറിവേപ്പില ചേർക്കാം കേട്ടോ, അതിന് നല്ലൊരു മണമായിരിക്കും. ഈ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കി നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് പിന്നെയും ഒരു 2 മിനിറ്റ് സിമ്മിൽ വെച്ചിട്ട് അടന്ന് ഒന്ന് ആ ഒരു ആവിയിൽ കിടന്ന് ഒന്ന് വേവട്ടെ. 2 മിനിറ്റ് ആയിട്ടുണ്ട്, കണ്ടോ? സ്റ്റവ് ഓഫ് ചെയ്ത് ഇനി ഇതിലേക്ക് നമ്മളൊരു അരമുറി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലോണം ഒന്ന് നല്ലൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, നല്ല ടേസ്റ്റാണ്. ആവശ്യമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. കഴിഞ്ഞു പണി. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. കണ്ടോ, നല്ല ഇത് ചോറിനായാലും ചപ്പാത്തിക്കായാലും എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചു നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അടുത്ത ആഴ്ച വേറൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ താങ്ക് യു.